ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് സമ്മേളന വേദിയിലെത്തി. റിയോ ഡി ജനീറോയിലെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ടിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. വേദിയിലെത്തിയ പ്രധാനമന്ത്രിയെ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ സ്വീകരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഹൃദ്യമായ ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് ബ്രസീലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സുരേഷ്, ഏറ്റവും ഹൃദ്യമായൊരു സ്വീകരണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. നേരത്തെ തന്നെ ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രിക്ക് വളരെ ഉജ്ജ്വലമായൊരു സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും അതുപോലെ തന്നെ റയോ ഡി ജനീറോയിലെ ഇന്ത്യൻ സമൂഹം അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെയും അത് കലാപരിപാടികളെല്ലാം അവതരിപ്പിച്ചും സ്വീകരണം നടത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ബ്രിക്സ് സമ്മേളനം നടക്കുന്ന വേദിയിലെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി വേദിയിലെത്തിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വേദിയിലെത്തിയതിന് ശേഷം പ്രധാനമന്ത്രിയെ ബ്രിക്സിൻ്റെ അധ്യക്ഷനും ബ്രസീൽ പ്രസിഡന്റുമായ ലുല ഡി സിൽവ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആ മ്യൂസിയത്തിലേക്ക് അദ്ദേഹം എത്തിയ ദൃശ്യങ്ങളും, അതായത് സമ്മേളന വേദിയിലേക്ക് എത്തിയ ദൃശ്യങ്ങളുമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏറ്റവും നിർണായകവും ഏറെ കാര്യഗൗരവമുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെയാണ് ലുല ഡി സിൽവയുടെ ഭാഗത്ത് നിന്ന് ബ്രിക്സിൻ്റെ സ്വന്തമായ നാണയം അനിവാര്യമെന്ന നിലപാട് പുറത്തു വരികയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു നിലപാട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ട്രംപ് എല്ലാം തന്നെ കൃത്യമായി അത്തരത്തിലുള്ള നീക്കങ്ങളെ അംഗീകരിക്കില്ല എന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു സമ്മേളനമാണ് നടക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഉച്ചകോടിയാണ് നടക്കാനിരിക്കുന്നത് എന്ന് തന്നെയാണ് പ്രത്യേകത. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെയോടെ ബ്രസീലിലെത്തിയ അദ്ദേഹം ഇപ്പോൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഉച്ചകോടിയുടെ വേദിയിലെത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാരതത്തിൻ്റെ വളരെ കൃത്യമായ നിലപാട് ബ്രിക്സ് ഉച്ചകോടിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത് ഗ്ലോബൽ സൗത്തിനെ ശാക്തീകരിക്കുക എന്ന കൃത്യമായ നീക്കമാണ് പ്രധാനമന്ത്രി നടത്തുക എന്നും അറിയാനും സാധിക്കുന്നുണ്ട്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.